നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചില കാര്യങ്ങൾ നമ്മൾ നേടുമ്പോൾ, നമ്മൾ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ ജോലിയിലോ നല്ല ഭവനമോ നല്ല കുടുംബമോ ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രൈഡ്, ഒരു എലമെൻ്റ് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രൈഡല്ല നമുക്ക് വേണ്ടത്, കാരണം അത് നമ്മളെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഈ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കടന്നു പോയാലും ഡോണ്ട് വറി, വി ഹാവ് എ ഗോഡ്. നമ്മൾ സ്വീകരിക്കുന്ന, അൺകണ്ടീഷണലി സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് ഈശോ എന്നാണ്. ദൈവം ഉയരങ്ങളിലേക്ക് പോകുന്നതിനെ ഒരിക്കലും ദൈവം എതിർക്കുന്നില്ല. ദൈവം മനുഷ്യനെ ഉയരങ്ങളിലേക്ക് വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തോടൊപ്പം, ദൈവത്തിൻ്റെ കൂടെ എളിമയിൽ വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കരുത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോഴോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഇതൊക്കെ അവസാനമാണ്, ഇനി ഇതോടുകൂടി എല്ലാം തീർന്നു എന്നല്ല നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മളിങ്ങനെ ചിന്തിക്കണം, ദൈവത്തിന് വീണ്ടെടുക്കാൻ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് വീണ്ടെടുക്കാൻ ഒരു പ്ലാനുണ്ട്. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിത് എന്തുകൊണ്ടാണ് എന്നൊന്ന് വിശകലനം ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ തന്നെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത്, അല്ലേ? അത്തരത്തിൽ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാബേൽ ഗോപുരത്തെക്കുറിച്ചാണ്. ആ ബാബേൽ ഗോപുരത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ അധപ്പതിച്ചു പോയത്, എങ്ങനെയാണ് അവൻ ചിതറപ്പെട്ടത്, അവൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയ ഒരു ജനത്തെ ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് തൻ്റെ പുത്രനിലൂടെ, ക്രിസ്തുവിലൂടെ. അപ്പോൾ ഈ വിശുദ്ധ ബൈബിള് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കഥകളും ഓരോ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടേക്കോ നമുക്ക് ആപ്ലിക്കബിളായി എന്ന് നമുക്ക് തോന്നും. ചില കഥകളും അതിലെ വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടെന്നുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ബൈബിളിലെ ബാബേൽ ഗോപുരത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. മാത്രമല്ല, നമ്മൾ സാധാരണ ബാബേൽ ഗോപുരം പഠിച്ചു പോകുമ്പോഴും എങ്ങനെയാണ് അതിലെ ഓരോ സംഭവങ്ങളെയും ക്രിസ്തുവിൽ കൂടെ ദൈവം പൂർത്തിയാക്കിയത് എന്നും കൂടെ നമ്മൾക്കൊന്ന് വിശകലനം ചെയ്യാം. അത് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് വല്ലാത്ത ഒരു സാധ്യതകളാണ്. അതായത് നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ്, ഒരു ബോധ്യമാണ്. ഈ ബാബേൽ ഗോപുരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്, അതിന് മുമ്പൊരു ജനതയുണ്ടായിരുന്നു. അത് നമുക്കറിയാം, മഹാപ്രളയം ഉണ്ടായതും നോഹ പെട്ടകമുണ്ടാക്കിയതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ പാപം അത്രമാത്രം ഭൂമിയിൽ വർദ്ധിച്ചപ്പോൾ ദൈവം അതിൽ നിന്ന് ഒരു നല്ല മനുഷ്യനെ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. ദൈവം മുഴുവനായിട്ട് ഈ ഭൂമിയെ തകർക്കാതെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ ടെർമിനേറ്റ് ചെയ്യാതെ നോഹയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നോഹയും അവൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ജലപ്രളയത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു. എന്നിട്ട് ദൈവം അതിനുശേഷം ഈ നോഹയ്ക്കും കുടുംബത്തിനും വാഗ്ദാനം കൊടുക്കുന്നു. അതായത് ഇനി ഒരു പ്രളയം വഴി ഈ മനുഷ്യരാശിയെ ഞാൻ തകർക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പ്, ഒരു കവനൻ്റാണ് ദൈവം ഉണ്ടാക്കുന്നത്. അതിനുശേഷം എന്താണ്? അതിനുശേഷം സംഭവിക്കുന്നത് ഇതാണ്, ദൈവം ആ നോഹയോടും അവൻ്റെ സന്തതികളോടും പറയുന്നുണ്ട്, നീ ഭൂമി മുഴുവൻ പെറ്റുപെരുകാൻ. അത് നോഹയോട് മാത്രമല്ല കേട്ടോ, ഉൽപ്പത്തി ആദ്യത്തെ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെയൊക്കെ ദൈവം മനുഷ്യനോട് അരുൾ ചെയ്യുന്നുണ്ട് ഭൂമി പെറ്റുപെരുകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? നോഹയ്ക്ക് ശേഷം നോഹയുടെ മകൻ, 3 പുത്രന്മാരാണ് നോഹയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഷേം, ഹാം, യാഫത്ത്. അതിൽ ഈ ഹാമിൽ നിന്ന് വരുന്ന സന്തതി തലമുറ, അതായത് ഹാമ് ദൈവത്തെ എതിർക്കുകയും പാപം ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പഴയ നിയമം പഠിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ നഗ്നത വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ പാപത്തിലേക്ക് ഈ ഹാം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? അവനിൽ നിന്ന് വരുന്നൊരു തലമുറയാണ് ദൈവത്തിനെതിരെ വീണ്ടും മറുതലിക്കുന്നത്. അങ്ങനെ അവസാനം വരുന്നൊരു പോരാളിയാണ് നിമ്രോദ്. അങ്ങനെ ദൈവം കൊടുത്ത വാഗ്ദാനത്തിന് എതിരെ ഈ ജനത വളരുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഷീനാർ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടുകയും അവിടെ വലിയൊരു നഗരം പണിയുകയും ചെയ്യും. നഗരം പണിയുക മാത്രമല്ല, അവിടെ വലിയൊരു ഗോപുരം അവർ പണിതുയർത്തും. ഈ ഉൽപ്പത്തി പുസ്തകം 11:4 ഇങ്ങനെ പറയുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നു, വരുവിൻ, ആകാശത്തോളം എത്തേണ്ട ഒരു ഗോപുരമുള്ള ഒരു നഗരം നമുക്ക് പണിയാം,
അങ്ങനെയെങ്കിൽ ഭൂതലത്തിലൊക്കെയും നാം ചിതറിപ്പോവുകയില്ല, നമുക്കൊരു പേരുണ്ടാക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഒരു പ്രൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ചില കാര്യങ്ങൾ നമ്മൾ നേടുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ ജോലിയിലോ നല്ല ഭവനമോ നല്ല കുടുംബമോ ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രൈഡ്, ഒരു എലമെൻ്റ് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രൈഡല്ല നമുക്ക് വേണ്ടത്, കാരണം അത് നമ്മളെ വലിയ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഈ പ്രൈഡ് എലമെൻ്റ് കടന്നു വരുവാണ്. നമ്മുടെ ഒരു പേരുണ്ടാക്കും, ഞാനൊരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മളൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗോപുരം പണിഞ്ഞ് അവർ സ്വർഗത്തിലേക്ക് ദൈവത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ്, ഉയരങ്ങളിലേക്ക് കയറി ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, ദൈവം വാഗ്ദാനം കൊടുത്തപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളെ ഈ ജലപ്രളയത്തിൽ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ ഇനിയൊരു പ്രളയമുണ്ടായാൽ ഈ ഗോപുരത്തിൽ കയറി നിൽക്കാമെന്നായിരിക്കാം ഈ ജനത ഒരു പക്ഷേ ചിന്തിച്ചത്. അതായത് ദേ ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. എന്തുകൊണ്ട് അവർ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് ദേ ഡു നോട്ട് ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ ഒബേ ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാനും കഴിയാത്തതിൻ്റെ കാരണം സ്നേഹമില്ലാത്തത് ഉണ്ടായിരുന്നു. രണ്ടാമത് എന്താണ് അവർ പറയുകയാണ്, നമുക്ക് ഭൂമിയിൽ ചിതറണ്ട, നമ്മൾ ഒറ്റ കൂട്ടമായിട്ട് ഇവിടെ നിൽക്കാം, അങ്ങനെ നമുക്ക് ആധിപത്യം നമുക്കിവിടെ സ്ഥാപിക്കാമെന്ന് ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ട് അവർ വീണ്ടും പെരുമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ നാശത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അഹങ്കാരത്തിൻ്റെയും സെൽഫിഷ്നെസ്സിൻ്റെയും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെയും ഒക്കെ ആ വലിയ അഹങ്കാരത്തിലേക്ക് കടന്നു പോവാണ്. ഈ സമയം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ് കേട്ടോ. എന്നെ വല്ലാതെ ഇങ്ങനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 11:7 നമ്മളെത്തുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം പറയുന്നു, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ നമുക്ക് കൺഫ്യൂസ് ചെയ്യാം, കലക്കിക്കളയാം, അവർ തമ്മിൽ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ വലിയ ഗോപുരത്തിന് ദൈവം പിന്നൊരു പേരിടുകയാണ്, ബാബേൽ എന്ന്. കൺഫ്യൂഷൻ, അതൊരു ഹീബ്രു പദത്തിൽ നിന്നാണ്. ബലാൽ എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൺഫ്യൂഷൻ എന്നൊരു പേര് അതിന് കിട്ടുകയാണ്. മനുഷ്യൻ എന്താണോ ആഗ്രഹിച്ചത് അവിടെ വെച്ച് അവൻ ചിതറപ്പെടുകയാണ്. കാരണം ദൈവം ഉയരങ്ങളിലേക്ക് പോകുന്നതിനെ ഒരിക്കലും ദൈവം എതിർക്കുന്നില്ല. ദൈവം മനുഷ്യനെ ഉയരങ്ങളിലേക്ക് വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തോടൊപ്പം, ദൈവത്തിൻ്റെ കൂടെ എളിമയിൽ വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭാഗം എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം ഇതാണ്, ഈ നാം എന്ന് പറയുമ്പോൾ തൃത്വത്തിൻ്റെ ആദ്യത്തെ ഒരു പരാമർശമായിട്ടൊക്കെ നമുക്കിതിനെ ഉൾപ്പെടുത്താം അല്ലേ? ആദ്യത്തെ അല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്ന തൃത്വത്തിൻ്റെ ഒരു പരാമർശം, നാം, നമ്മൾ എന്നൊക്കെ പറയുന്നത് അല്ലേ, തൃത്വത്തെ കാണിക്കുന്നതായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ദൈവം ഇറങ്ങിച്ചെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു തമാശ രൂപേണയാണ് എന്നാണ് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത്. കാരണം മനുഷ്യൻ എത്രത്തോളം ഉയരങ്ങളിൽ ദൈവത്തെ വെല്ലുവിളിക്കാൻ പറ്റും അല്ലേ? ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്ന നമ്മൾക്ക് സർവ്വത്തിൻ്റെയും ഉടയനായ കർത്താവിനെ വെല്ലുവിളിക്കാൻ തക്ക നമ്മൾ വളർന്നു അല്ലേ? അപ്പോൾ ഒരുപക്ഷെ ബൈബിള് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് എപ്പോഴും ഇങ്ങനത്തെ കഥാപാത്രങ്ങളും ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഇവിടെ കഴിയുന്നില്ല. ദൈവം അവരെ ചിതറിച്ച് കളയുകയാണ്. അവർ പല ദേശത്ത് പല ഭാഷകളിൽ അവർ മാറിപ്പോവുകയാണ്. പക്ഷേ ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചേ, നമ്മൾ ഉയരങ്ങളിലേക്ക് പോകാൻ, ദൈവത്തെ വെല്ലുവിളിച്ച് ഉന്നതങ്ങളിലേക്ക് പോകാൻ, സ്വർഗത്തെ വെല്ലുവിളിക്കാൻ മനുഷ്യൻ തയ്യാറായി ഈ കോട്ട പണിയുമ്പോൾ ദൈവം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഫിലിപ്പിയർ 2:6-8 വരെയുള്ള വചനങ്ങൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്താതെ അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു എന്ന്. അങ്ങനെ കുരിശുമരണം വരെ അവൻ തന്നെ താഴ്ത്തി എന്ന് കണ്ടോ. അപ്പോൾ അവൻ തന്നെ താഴ്ത്തി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അത് ആ ദൈവത്തിൻ്റെ ഹ്യൂമിലിറ്റിയാണ്, ഹംബിൾനെസ് ആണ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അഹങ്കാരത്തിലും സെൽഫ് പ്രൈഡിലും മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ ദൈവം താഴേക്ക് ഇറങ്ങി മനുഷ്യരൂപത്തിൽ അവൻ്റെ ഗ്ലോറി, അവൻ്റെ സർവ്വമഹത്വം ഉപേക്ഷിച്ചിട്ട് അവൻ എളിയവനിൽ ഒരുവനായിട്ട് നമ്മളെപ്പോലെ ഒരു ക്രിയേഷനായിട്ട് മാറി നമ്മുടെ മുമ്പിൽ മരണം വരെ വിശ്വസ്തനായിരിക്കുകയാണ്. അവർക്ക് അവിശ്വാസത്തിൽ അവർ ദൈവത്തിനെ അനുസരിക്കാതിരിക്കുമ്പോൾ ഇവിടെ ക്രിസ്തു വിശ്വസിച്ച് അവൻ ആ വിശ്വാസത കാണിക്കുകയാണ്. അങ്ങനെ അനുസരണമുള്ളവനായി നമ്മുടെ മുമ്പിൽ എണ്ണപ്പെട്ട് അവൻ കുരിശിലേറുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവം, നിങ്ങൾ ചിന്തിച്ച്, ആ പഴയ നിയമത്തിൻ്റെ ആ വചനത്തിൻ്റെ പൂർത്തീകരണത്തെ ക്രിസ്തുവിൽ കൂടെ നിറവേറ്റുന്നത് അല്ലേ? മാത്രമല്ല, രണ്ടാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താണ്? ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു അല്ലേ? കാരണം ദൈവം പറഞ്ഞാണ് ഭൂമി മുഴുവൻ നിറയാൻ, പക്ഷെ അവരതനുസരിച്ചില്ല. പക്ഷേ ദൈവം അവരെ പിന്നെ ചിതറിക്കുകയാണ്. ഈ ചിതറിച്ച ജനങ്ങൾ നമുക്കറിയാം പല എത്തിനിസിറ്റിയിൽ, പല കൾച്ചറിൽ, പല സമൂഹങ്ങളായിട്ട് മാറി. ഗ്രീക്കുകാരും യഹൂദന്മാരും അല്ലെ പല സംസ്കാരത്തിനുടമയായിട്ട് മാറി, പല സാമ്രാജ്യങ്ങൾക്ക് മാറി, അടിമകളായി, സ്വതന്ത്രരായി, പലതരത്തിൽ ജനങ്ങൾ മാറി. പക്ഷെ ഇനി ഇവർക്ക് എങ്ങനെയാണ് തിരിച്ചു വരവ്? നമ്മൾ കാണുന്നുണ്ട്, സകല മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് സ്വന്തം പുത്രനെ അയക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലേ, തൻ്റെ ഏകജാതന് നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനെ നശിച്ചു പോകാതിരിക്കാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ ദൈവം യുണൈറ്റീവാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പൗലോസ്ലീഹ കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൊളോസോസ് 3:11 ഇതാ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ പരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, പിന്നെയോ ക്രിസ്തുവിൽ എല്ലാവരും എല്ലാമാണ്, ഒന്നാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് മനുഷ്യൻ ചിതറിച്ചപ്പോൾ ദൈവം തൻ്റെ പുത്രനിലൂടെ മുഴുവൻ മനുഷ്യരാശിയെ വീണ്ടെടുക്കുകയാണ്. അവിടെ കഴിഞ്ഞില്ല കേട്ടോ. മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് പിന്നെ വീണ്ടും ആ സഹോദര്യത്തിലേക്ക് തിരിച്ചു വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനെ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവമക്കളാവാൻ അനുവദിച്ചുവെന്ന്. അതുകൊണ്ടാണ് ഇതാ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെയല്ല, പുത്രൻ്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയത്. ഈ ആത്മാവ് മൂലമാണ് നാം പിതാവിനെ, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം മനുഷ്യനെ പിന്നെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു ബ്യൂട്ടി ഇതാണ്. ഇതൊരിക്കലും നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു മനുഷ്യന് കാലഘട്ടങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഇത് ദൈവനിവേശിതമാണ്. ഇല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് ആദ്യ നൂറ്റാണ്ടുകളിലെ സംഭവങ്ങൾക്കുള്ള മറുപടി ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, വിശുദ്ധ മുഴുവൻ ഈ സ്ക്രിപ്റ്റ് പാരലൽ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി വരും. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യം ഇതുകൊണ്ട്, ഒരു ഭാഷ സംസാരിച്ചിരുന്നവർ ചിതറപ്പെട്ടു പല ഭാഷകളിൽ അല്ലേ, ബാബേൽ എന്ന പേരിനുടമയായി. ദൈവം എപ്പോഴാണ് പിന്നെ ഭാഷയിൽ യുണൈറ്റ് ചെയ്തത്? നമ്മളത് കാണുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിലാണ് കേട്ടോ. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഉയർത്തെഴുന്നേറ്റ് അല്ലെ, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്ത് എഴുന്നള്ളിയപ്പോൾ അവൻ ദൈവാത്മാവിനെ അയച്ചു വന്നു. അപ്പോൾ മാളിക മുറിയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിന്നു. അത് ഇങ്ങനെ നാവായിട്ട്, തീനാവായിട്ട് നിന്നെന്നാണ് പറയുന്നത്. ടങ്സ് ഓഫ് ഫയർ ആയിട്ടാണ് നിന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ടങ്സ് ഓഫ് ഫയർ ആയത്? കാരണം നാവാൽ അവർ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടവരെ ഇനി നാവാൽ യുണൈറ്റ് ചെയ്യാൻ പോവാണ്. കാരണം വചനം മാംസമായി നമ്മുടെ വസിച്ചു കഴിഞ്ഞു. ആ വചനമാകുന്ന മാംസം അല്ലെങ്കിൽ ആ വചനം നമ്മളെ ഇനി യുണൈറ്റ് ചെയ്യാൻ പോവാണ്. ഈ ദൈവാത്മാവ് നിറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് കാണുന്നത്? പത്രോസ് പ്രസംഗിക്കുന്നതാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം അധ്യായം വായിക്കുമ്പോൾ അറിയാം, യഹൂദമതം വിശ്വസിച്ചിരുന്നവരും സ്വീകരിച്ചിരുന്ന പുതുതായിട്ട് യഹൂദമതത്തിലേക്ക് കടന്നു വന്നവരും ഒക്കെ ആ സമയത്ത് ജെറുസലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടിയ സമയത്താണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ കുരിശിലേറ്റിയ ക്രിസ്തു മിശിഹയാണെന്നും അവൻ ഉയർത്തെഴുന്നേറ്റെന്നും പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾ മുഖേന പ്രവചിച്ച ആ ദൈവപുത്രൻ ക്രിസ്തു ആണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, അപ്പോസ്തലർ 2:11 ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. വിവിധ രാജ്യക്കാർ, ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, വചനം പഠിപ്പിക്കുന്നു. അവൻ പ്രസംഗിച്ചപ്പോൾ അവരെല്ലാം അവരവരുടെ ഭാഷയിൽ കേട്ടുവന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് ദൈവാത്മാവ് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും ചിന്തിക്കരുത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോഴോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഇതൊക്കെ അവസാനമാണ്, ഇനി ഇതോടുകൂടി എല്ലാം തീർന്നു വന്നല്ല നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മളിങ്ങനെ ചിന്തിക്കണം, ദൈവത്തിന് വീണ്ടെടുക്കാൻ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് വീണ്ടെടുക്കാൻ ഒരു പ്ലാനുണ്ട് അല്ലേ. ജെറമ്യാ 29:11 നമ്മൾ കാണുന്നത് പോലെ നിന്നെ നാശത്തിലേക്ക് നയിക്കാനല്ല അല്ലേ, നിന്നെ നശിപ്പിക്കാനുള്ള പദ്ധതിയല്ല, നിന്നെ വീണ്ടെടുക്കാനുള്ള പദ്ധതിയാണ്. കണ്ടോ, അപ്പോൾ ഇത് ദൈവം ക്രിസ്തുവിലൂടെ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനായിരുന്നാലും അവൻ ഏതൊരവസ്ഥയിൽ കടന്നു പോയാലും ദൈവം ഒറ്റ കാര്യം നമ്മുടെ അടുത്ത് പറയുന്നുള്ളൂ. ഏഷ്യ 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറയാൻ അല്ലേ, അതെത്ര രക്തക്കറ പോലെ ചുമപ്പാണെങ്കിലും ഞാൻ മഞ്ഞ് പോലെ വെണ്ണുള്ളതാക്കി മാറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കടന്നു പോയാലും ഡോണ്ട് വറി, വി ഹാവ് എ ഗോഡ്. നമ്മളെ അൺകണ്ടീഷണലി സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേര് ഈശോ എന്നാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.